1923 ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിക്കുകയും ചെറുപ്പത്തിലെ അമ്മയും അച്ഛനും നഷ്ടപ്പെടുകയും 7ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വരികയും തുന്നൽ കടയിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്ത ഒരാൾക്ക് അക്കാലത്തെ രാഷ്ട്രീയ ചലനങ്ങളിൽ ഏത് പക്ഷത്തായിരിക്കണം എന്ന ചോദ്യം വന്നപ്പോൾ തെല്ലും സംശയമുണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പക്ഷം തന്നെ. ഇങ്ങനെ 17ാം വയസ്സിൽ പാർട്ടി അംഗമായി. രാജ്യത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവായി. അദ്ദേഹമാണ് 102ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞ VS അച്യുതാനന്ദൻ. ലോകത്തും ഇന്ത്യയിലും നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ അക്കാദമിക വിദ്യാഭ്യാസമില്ലാത്ത VS ഹൃദ്യസ്ഥമാക്കി. അത് യഥാർത്ഥത്തിൽ ഒരു കൊടുക്കലും വാങ്ങലുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തു. VSനെ പോലെയുള്ള ആയിരങ്ങൾ സ്കൂളിൽ പോയില്ലെങ്കിലും ലോക സംഭവ വികാസങ്ങളടക്കം പഠിച്ചു. പഠിച്ചത് മനസ്സിൽ സൂക്ഷിക്കാൻ മാത്രമുള്ളതായിരുന്നില്ല. അത്തരം അറിവുകൾ പ്രായോഗിക പ്രവർത്തനത്തിനുള്ള വഴികാട്ടിയാണ്. ആ അറിവുകൾ VS കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളിലേക്കും ആലപ്പുഴയിലെ അധ്വാനിക്കുന്ന ഇതര വിഭാഗങ്ങളിലേക്കും പകർന്നു കൊടുത്തു. അടിമസ്ഥനായി ജീവിതം നയിച്ച അക്കാലത്തെ പാവപ്പെട്ടവർക്ക് അത് വലിയ പഠന പരിപാടിയായിരുന്നു. ഈ പഠന പരിപാടിയും തങ്ങളുടെ പരിതാപകരമായ ജീവിതാവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനുള്ള പ്രചോദനമായി. അങ്ങനെയാണ് അവരിൽ അവകാശബോധമുണർന്നത്. അതോടെ ഗവൺമെന്റ് തിട്ടൂരങ്ങളെ റാൻമൂളി അനുസരിച്ചവർ അനീതികളെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. മറ്റു പലയിടത്തും കാണാത്തതുപോലെ ആലപ്പുഴയിലെ തൊഴിലാളി വർഗം അനീതിയും ആക്രമവും അരങ്ങു തകർത്ത ദിവാൻ ഭരണത്തിനെതിരെ വാരിക്കുന്തമെടുത്ത് പോരാടിയത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ്. ഈ സമരസന്നദ്ധതയ്ക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഊർജം നൽകി. അങ്ങനെ പുന്നപ്ര വയലാർ സമരം ജനകീയ പോരാട്ട ചരിത്രത്തിൽ പ്രധാന സ്ഥാനം നേടി. VS ഉൾപ്പെടെയുള്ള അക്കാലത്തെ നേതാക്കൾ ഈ പോരാട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ത്യാഗപൂർണമായ ഒട്ടേറെ അനുഭവങ്ങൾക്കുടമകളുമാണ്. VSന്റെ ജീവിതത്തിൽ അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അനുഭവിച്ച ത്യാഗത്തിന്റെ ഒട്ടേറെ അധ്യായങ്ങൾ കാണാം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉയർന്നു വരുന്നത് ഒരു ദിവസം കൊണ്ടല്ല, മേൽപ്പറഞ്ഞ സമരസംഘടനാ പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെടുന്നതാണ്. അത് തെളിയിച്ച വ്യക്തിത്വമാണ് ഇന്ന് ഓർമ്മയായി മാറിയത്.